നശിച്ചു പോകുന്നതിന് വേണ്ടി ചിന്തിക്കുന്ന ജ്ഞാനിയല്ല, നശിക്കാത്തതിനെ പറ്റി ചിന്തിക്കുന്ന ഞാൻ. അല്ലെങ്കിൽ ബൈബിൾ പറയുന്നു, ദൈവമുണ്ടോ എന്ന് അന്വേഷിക്കുന്ന ബുദ്ധിമാന്മാർ. അപ്പം ദൈവം ഒരു തന്നെ ബുദ്ധിമാന്മാർ കാണുന്നത് ഇവിടെ പിന്നെ സയൻസിന് അല്ലെങ്കിൽ കെമിസ്ട്രിക്ക് പിന്നെ നോബൽ പ്രൈസ് നേടുന്നവനല്ല. ദൈവത്തെ അന്വേഷിക്കുന്ന ബുദ്ധിമാന്മാരുണ്ടോ, അങ്ങനെ ചോദ്യം. അപ്പൊ ദൈവത്തെ ഒരുത്തൻ ആരാ ഇതൊക്കെ പ്രപഞ്ചമുള്ളൂ, എങ്ങനെ ദൈവത്തെ അന്വേഷിക്കുക? ദൈവത്തെ നമുക്ക് കണ്ടിട്ടില്ല, അറിഞ്ഞിട്ടില്ല. എങ്കിലും സ്വാഭാവികമായിട്ട് ചോദിക്കട്ടെ, ഈ സൂര്യനൊക്കെ എങ്ങനെയാണ് ഉണ്ടായത്? എങ്ങനെ ഈ ഭൂമി ഉണ്ടായത്? എത്ര തോടുകളും ആറുകളും, ഇത് എവിടെയെങ്കിലും മഴ പെയ്തിട്ട് വെള്ളം കെട്ടിക്കിടക്കുന്ന കണ്ടിട്ടുണ്ട്? വെച്ചാൽ നമ്മുടെ റോഡിലെ കട്ടർ കിടക്കുന്നില്ല. മനുഷ്യരുള്ളതുപോലെ ലക്ഷക്കണക്കിന് മലകളുണ്ട്. എവിടെയും എത്ര പെരുമഴ ചെയ്താലും വെള്ളം കെട്ടിക്കിടക്കുന്നില്ല. എല്ലാം അതായത് നീർച്ചാലുകൾ കൂടെ എത്ര കൃത്യമായിട്ട് എൻ്റെ സ്ലോപ്പ്, ഈ പമ്പയായിട്ട് ചെല്ലുകയല്ലേ, എത്ര കൃത്യമായിട്ട് എല്ലാവരും സ്ലോപ്പ് അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഈ ഇന്നലെ എന്നോട് ഒരാൾ പറഞ്ഞു, വീട് പഴഞ്ഞു ഒരു മേശയിൽ പിടിച്ച് തറ കെട്ടി കഴിഞ്ഞപ്പോൾ താഴെ വശം 4 അടി താന്ന് കിടക്കാം മണ്ണ്, മേൽവശം ഇത്രയേ ഉള്ളെന്ന് പറഞ്ഞു. പിന്നെ അതെല്ലാം ഇടിച്ച് കളഞ്ഞിട്ട് പിന്നെ JCB കൊണ്ട് കണ്ട് മാന്തി ലെവലാക്കിയിട്ട് പിന്നെ വീട് വെച്ചിട്ടുണ്ട്. എടാ, 2 സെന്റിനകത്തൊരു വീട് വെക്കാൻ ലെവൽ അറിയാൻ വയ്യാത്ത മനുഷ്യന് ഇത്രയും വലിയ ഭൂമിയെ ഇത്ര കൃത്യമായി അത് ഇന്ത്യയെ മാത്രമല്ല, കേരളം മാത്രമല്ല, ലോകം മുഴുവൻ ഈ മലകളുണ്ടല്ലോ. ഇതൊക്കെ ഞാൻ ചിന്തിച്ചിട്ടുണ്ട്. പക്ഷെ ഉത്തരം കിട്ടിയില്ലെങ്കിൽ അതിൻ്റെ എല്ലാം ഉത്തരമായി ക്രിസ്തു എനിക്കെന്ന്. എത്ര അത്ഭുതകരമായിട്ടായിരുന്നു. ഇത് നമ്മുടെ മനുഷ്യ ശരീരം നോക്കി, ഇത് അസാധാരണ കാര്യം തന്നെ. ഇത് പഠിച്ചവരോട് ചോദിച്ചാൽ നമ്മുടെ തല മരവിച്ചു പോകും. ഞാനൊരു ദൈവദാസനെ, പുള്ളിക്ക് ഇതെല്ലാം അറിയാം. പുള്ളിയോട് ചോദിച്ചു കഴിഞ്ഞാൽ പുള്ളി ഓരോ കാര്യം പറയുമ്പോൾ തലച്ചോറ് മരവിക്കാൻ പറഞ്ഞു മതി. അത്രയ്ക്ക് അത്ഭുത വിഷയം. അതുകൊണ്ട് ദാവീദ് പറഞ്ഞ അത്ഭുതവും അതിശയവുമായിട്ട് ദൈവം എന്നെ സൃഷ്ടിച്ചു. ഈ ബ്ലഡിനകത്ത് പിന്നെ ഓരോ കണ്ടൻസും ഇന്ന് വരെ കണ്ടുപിടിക്കാത്ത അനേക കാര്യങ്ങൾ ഇതിനകത്തുണ്ട്. ഓക്കെ, ഇതെല്ലാം കണ്ടിട്ടും എൻ്റെ ഒരു ബന്ധുണ്ട്, അവൻ ഇന്ന് MD ഡോക്ടറാണ്. ഞാൻ പറഞ്ഞു ദൈവമില്ലെന്ന് പറഞ്ഞു. ഇതെല്ലാം കീറി പൊടിച്ച് പഠിച്ചിട്ട് ദൈവമില്ല എന്നാണ് പറയുന്നത്. ഇവൻ ദൈവത്തിന് മുമ്പിൽ മോശനോ ബുദ്ധിമാനോ? മോശം.